അങ്ങനെ 2020 ലോകകപ്പിൽ ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. നിർണായകമായ മത്സരം. ഇന്ത്യയും ന്യൂസിലാൻഡും വീണ്ടും ഒരു ഫൈനലിൽ കൂടി ഏറ്റുമുട്ടും. നമ്മൾ പോയ വർഷം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടിയിട്ടേ ഉള്ളൂ. പിന്നീട് അതിനു മുമ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ന്യൂസിലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡ് എല്ലാ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പും ആരുടെയും ഫേവറേറ്റിലൊന്നും ഉണ്ടാവാറില്ല. ഓഫ് കോഴ്സ് ഇന്ത്യ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക ഒക്കെ കഴിഞ്ഞിട്ടാണ് ന്യൂസിലാൻഡിനെ പലരും റേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ന്യൂസിലാൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ സെമി വരെ എത്തും. എങ്ങനെയെങ്കിലല്ല, ചിലപ്പോൾ അത് ഗംഭീരമായിട്ടാണ് എത്താറുള്ളത്, ചിലപ്പോൾ റൺ റേറ്റിൻ്റെ ബലത്തിലാണ് എത്താറുള്ളത്. അപ്പോൾ ഈ ലോകകപ്പിൽ റൺ റേറ്റിൻ്റെ കൂടെ ബലത്തിലാണ് എത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് 2019 ലോകകപ്പിൽ ഇതുപോലെ റൺ റേറ്റിൻ്റെ ബലത്തിലൊന്നും പാകിസ്ഥാനെ പിന്തള്ളിയിട്ടാണ് എത്തിയത്. പക്ഷെ അന്ന് സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് അവർ ഫൈനലിൽ എത്തുന്നത് കണ്ടു. ഇന്ന് ഈ ടൂർണമെൻറ്റിൽ അതുപോലെ തന്നെയാണ്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ടീമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയാണ് അവർ നോക്കൗട്ടിൽ തരിപ്പണമാക്കി കളഞ്ഞു. അതും ദക്ഷിണാഫ്രിക്ക എന്താ പറയുക, നിലം തൊടാൻ പോലും അനുവദിച്ചില്ല. ന്യൂസിലാൻഡ് ആണെങ്കിൽ വീണ്ടും ഒരു ഫൈനലിൽ ഇറങ്ങിയാണ്. ന്യൂസിലാൻഡ് ഇതിപ്പോൾ 2026 പക്ഷേ 2015 ശേഷം ന്യൂസിലാൻഡ് കളിച്ച ഫൈനലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. 2015 ലോകകപ്പിൻ്റെ ഫൈനലിൽ ന്യൂസിലാൻഡ് ഉണ്ട്. ഒന്ന് ഓസ്ട്രേലിയയോട് തോറ്റു. അവർ ഡിസർവിംഗ് ആയിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു. 2019 ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് ടൈ ആയിട്ട് ചെറിയ ബൗണ്ടറി എണ്ണിയിട്ടുള്ള ഒരു മത്സരത്തിലാണ് തോൽക്കുന്നത്. വീണ്ടും അവർ 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവർ വിജയിച്ചു. അതിനുശേഷം അവർ 2020 ലോകകപ്പിൻ്റെ ഫൈനലിലെത്തി. അന്ന് ഓസ്ട്രേലിയയോട് പക്ഷേ തോൽക്കുന്നത് നമ്മൾ കണ്ടത്. 4 ഫൈനൽ ഇപ്പോൾ തന്നെ. വീണ്ടും 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും ന്യൂസിലാൻഡ് ഫൈനലിലെത്തി. അപ്പം അങ്ങനെ വീണ്ടും ഒരു ഫൈനലിൽ അവരെത്തുകയാണ്. അവരെ സംബന്ധിച്ച് ഇത്രയും ഫൈനൽ കളിച്ച ഒരു ടീം എന്ന രീതിയിൽ അവരെന്താ പറയുക, ഒരു കിരീടമൊക്കെ ഡിസേർവ് ചെയ്ത ടീം തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു സ്കോഡ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഇവരെങ്ങനെയാണ് ഫൈനലിൽ എത്തി എന്നുള്ളത്. കാരണം നമ്മൾ ഇന്ത്യ 2020 ലോകകപ്പിന് മുമ്പ് ഏറ്റവും അവസാനമായി കളിച്ച പരമ്പര ന്യൂസിലാൻഡുമായിട്ടായിരുന്നല്ലോ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര. അതിൽ തിരുവനന്തപുരത്ത് അടക്കമുള്ള മത്സരം ഞാൻ നേരിട്ട് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ന്യൂസിലാൻഡിനെ ഒരു വളരെ വീക്ക് പോയിന്റിൽ പോലെയാണ് കണ്ടിരുന്നത്. കാരണം ഈ ഫിന്നലൻ അന്നും ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിലൊക്കെ ഫിന്നലൻ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യാൻ തീർത്തു. പക്ഷേ അവർക്കൊരു ഫിനിഷിംഗ് ഒന്നും ഇല്ലായിരുന്നു. മിഡിൽ ഓർഡറുകളൊന്നും കളിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഈ ഡാരി മിച്ചലും രജിത് രവീന്ദ്രൊക്കെ നല്ല ബാറ്റേഴ്സാണ്. ഇന്ത്യൻ കണ്ടീഷൻസ് ഒക്കെ നന്നായി അറിയുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു 2020 സ്റ്റൈലിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുന്ന ഇതാണ്. ഇപ്പോൾ IPL ഓപ്ഷനിലൊക്കെ ഇപ്പോൾ അവരെ കാര്യമായിട്ട് ഡിമാൻഡേ ഇല്ല. അതെ, അങ്ങനെ ഒരു വീക്കാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഈ മറ്റ് കൺട്രീസ് നോക്കുമ്പോൾ ഡൊമസ്റ്റിക് സ്ട്രക്ചർ ഏറ്റവും കുറവുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒരുപാട് പ്ലേയേഴ്സിന് ഇങ്ങനെ മാറും. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും. പക്ഷേ ന്യൂസിലാൻഡ് നമ്മൾ നോക്കൂ, ഒരു ടീം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കാലം അതേ ടീമിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒരു 10 വർഷം ആ ടീം കൊണ്ട് പോകും. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവും. പിന്നെ ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മാറ്റ് ഹെൻറി ഇടക്കാലത്തൊന്നും അങ്ങനെ T20 ടീമിൽ കാണാത്ത ആളായിരുന്നു. ഏകദിന ടീമിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയെ 2019 ലോകകപ്പിൽ സെമിയിൽ തോൽപ്പിക്കുമ്പോൾ മാറ്റ് ഹെൻറി ആയിരുന്നു ഒന്ന് കീ വിക്കറ്റുകളൊക്കെ എടുത്തിരുന്നത്. പക്ഷേ ട്രെൻ ബോൾട്ട് ഇല്ലാതാവുന്നു, പിന്നെ ടിം സൗത്തി റിട്ടയർഡ് ആവുന്നു. അതിനൊക്കെ ശേഷമാണ് മാറ്റ് ഹെൻറി വീണ്ടും 2020 ടീമിൽ മികച്ചൊരു കംബാക്ക്. പ്രത്യേകിച്ചും ന്യൂ ബോളിൽ അദ്ദേഹം നന്നായി പന്തറിയും. പിന്നീട് ലോക്കി ഫെർഗ്യൂസനാണ് അവരുടെ ഒരു മറ്റൊരു ബോൾ. ലോക്കി ഫെർഗ്യൂസനെ കുറിച്ച് നമുക്കറിയാം. ലോക്കി ഫെർഗ്യൂസൻ ചിലപ്പോൾ അതിഗംഭീരമായിട്ട് പന്തറിയും, കൺസിസ്റ്റൻ്റ് അല്ല. എനിക്ക് തോന്നുന്നു അതേ ഈ പേസ് മാത്രം ലക്ഷ്യമിട്ടിട്ട് ഒരു വാരി വലിച്ചെറിയുന്ന രീതിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോളിൽ ഈ ബീമറുകൾ ഭയങ്കരമായിട്ട് വരാൻ എനിക്ക് തോന്നുന്നു. പല IPL മത്സരങ്ങളിലും അദ്ദേഹത്തിന് ആ ബീമറും നോ ബോളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് അടിച്ച് തരിപ്പണാക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര പേസുള്ള ബോളറാണ്, ക്ലീൻ ബോൾഡൊക്കെ ആക്കുന്നൊരു എബിലിറ്റിയുള്ള ബോളറാണ്. അപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര മോശം എന്ന് പറയാനില്ല. കൂടെ സ്പിന്നേഴ്സും ഉണ്ട്. ഇപ്പോൾ മിച്ചൽ സാന്റനർ ഒരു പയർ ഡാനിയൽ വെറ്റോറി സ്റ്റൈലിൽ IPL ഏറ്റവും വളരെ നന്നായി കളിക്കുന്ന ധോണിയുടെ ഒരു മെയിൻ ആളായിട്ട് വേണമെങ്കിൽ കരുതാം. ഒരു ക്രക്ക് സിറ്റുവേഷനിൽ ധോണി എപ്പോഴും മിച്ചൽ സാന്റനറിന് ബോൾ കൊടുക്കാറുണ്ട്. അതെ, വളരെ സ്ലോ ബോളൊക്കെ വളരെ 6 feet 2 inch 3 inch ഉള്ള ഒരു ബോളർ ഒരു സ്പിന്നർ ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എപ്പോഴും നമ്മൾ ന്യൂസിലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവരൊരു സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്തൊരു ടീമാണ്. എപ്പോഴും കെയ്ൻ വില്യംസൺ മാറ്റി നിർത്തിയാൽ അതെ, ഒരു സ്റ്റീവൻ ഫ്ലെമിംഗ് ആയാലും മാക്മില്ലൻ ആയാലും ആരായാലും അവരൊക്കെ 30 ആണ് അവരുടെ ബാറ്റിംഗ് ആവറേജ്. പക്ഷേ അവർ ക്രക്ക് സിറ്റുവേഷനിലൊക്കെ കളിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് കൂടുതൽ. സ്കോട്ട് സ്റ്റൈറിസ് ആയാലും പണ്ടത്തെ അതേ ഒരു പാറ്റേൺ ആണ് ഇപ്പോഴും. ഒരു സൂപ്പർ സ്റ്റാർസ് ഇല്ല, ഒരു ബാറ്റിംഗ് ആവറേജ് 50 അങ്ങനെ അടിക്കുന്ന ഒരു പ്ലേയേഴ്സ് പോലും ഇല്ല. എല്ലാവരും ഒരു മീഡിയം ലെവൽ ബാറ്റ്സ്മാനാണ്. പക്ഷേ ക്രക്ക് സിറ്റുവേഷനിൽ അവർ കളിക്കാൻ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എപ്പോഴും ഉള്ള ടീമാണ്. പിന്നെ അത്യാവശ്യം നല്ലോണം ബോൾ ചെയ്യും. ഫൈനലിൽ നെർവ് അവരെങ്ങനെ പിടിക്കും അതാണ് നമുക്ക്. അവർ സെമിയിൽ ഈസി ആയിട്ട് കിടക്കുകയും ഫൈനലിൽ പരുങ്ങുകയും ചെയ്യുന്നതാണ് അവിടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അവർ എല്ലാ കാലത്തും ഒരു ബാലൻസ്ഡ്
അതെ ടീമാണ്. ടീമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ടാവില്ല, എന്നാൽ ഒരു ബിലോ ആവറേജ് പ്ലേസ് ഉണ്ടാവില്ല. ഒരു എല്ലാവരും ഈ പറഞ്ഞ പോലെ 30 ആവറേജ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതെ ഒരു മത്സരം. ഒരു വുൾഫ് ആറ്റിറ്റ്യൂഡാണ്. കാരണം ഒരു ടൈഗർ ഇല്ല അവരുടെ ടീമിൽ, എല്ലാവരും വുൾഫുകളാണ്. അപ്പോൾ ഒന്നിച്ച് അവർ അറ്റാക്ക് ചെയ്യാൻ, ഒരു ഓസ്ട്രേലിയൻ അറ്റാക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആ ഒരു ഓസ്ട്രേലിയൻ അറ്റാക്ക് പോലെ അല്ലെങ്കിൽ പോലും അവരെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ അറ്റാക്കിങ് ഭയങ്കര ഒരു എല്ലാ സൈഡിൽ നിന്നും വരും. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സൂപ്പർ പവറാണെന്ന് വിചാരിക്കാതെ ടോസും ഡ്യൂ ഫാക്ടറും ന്യൂസിലൻഡ് ടീമും എല്ലാം മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. T20 ആയതുകൊണ്ട് മാത്രം. ഇന്ത്യൻ പിച്ചുകൾ നന്നായി കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡാരി മിച്ചൽ ഇന്ത്യൻ പിച്ചുകൾ നന്നായിട്ട് എനിക്കൊന്ന് ചെറിയ സ്കോറുകളൊക്കെ വരികയാണെങ്കിൽ ഡാരി മിച്ചലൊക്കെ ഒരു നല്ലൊരു വൺ ഡേ പ്ലെയർ ആണ്. പക്ഷേ T20 എത്രത്തോളം പുള്ളിക്കാരന് ചെറിയ സ്കോറുകൾ ഒരു ബാറ്റിലാണെങ്കിൽ ഡാരി മിച്ചലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിർണായക റോൾ ചെയ്യുക. അതുപോലെ തന്നെ രജിൻ രവീന്ദ്രയും ഇന്ത്യൻ പിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. ഇനി എനിക്കൊന്ന് വലിയൊരു സ്കോർ മത്സരം പോകണമെങ്കിൽ അതിൽ പേടിക്കേണ്ടത് ഈ ഫിന്നലനെ തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ഒരു വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അതിൽ ഹിറ്റ് ചെയ്യുന്ന ഒരാൾ. ബാക്കി എല്ലാവരും ഒരു പരിധിക്കപ്പുറം പോകില്ല എന്നാണ് നമ്മൾ ഇതുവരെ ഉള്ളത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ ഫിന്നലൻ അങ്ങനെയല്ല. ഇപ്പം ഈ സഞ്ജുവൊക്കെ ചെയ്യുന്ന പോലെ ആദ്യ പന്ത് മുതൽ അടിച്ച് പുറത്താൻ പറ്റിയൊരു. കഴിഞ്ഞ കളി തന്നെ പുള്ളിക്കാരുടെ അവസാനത്തെ 50 റൺസ് 14 ബോളിൽ നിന്ന് എടുത്തത്. അതൊരു നിയർ ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര രീതിയിലാണ് പുള്ളിക്കാരൻ ഒരു പിഞ്ച് ഹിറ്റിംഗ് സ്റ്റൈൽ. ഒരു എപ്പോൾ വേണം അപ്പോൾ 6 അടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പുള്ളിക്കാരൻ. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫൈനലിൽ പോകുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ സാധ്യത ബലഹീനത ഒക്കെ എന്തൊക്കെയാണ് തോന്നുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ നല്ല സാധ്യത തന്നെയുണ്ട്. പക്ഷേ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ആൻഡ് നൈറ്റ് മാച്ച് ആയതുകൊണ്ട് ടോസ് ഫാക്ടറാണ്, ഡ്യൂവും ഫാക്ടറാണ്, സ്പിന്നേഴ്സും ഫാക്ടറാണ്. ബാക്കിയെല്ലാം ഒരു അഭിഷേക് ശർമ്മേനെ നമുക്ക് മാറ്റി നിർത്താം. അദ്ദേഹം ഇഷ്ടമുള്ള പോലെ കളിക്കട്ടെ. നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്, 8 ബാറ്റ്സ്മാൻമാരുണ്ട്, നമുക്കതുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഫാക്ടറാണ് നമ്മൾക്ക് എപ്പോഴും ബുംറ ഒരു ഓഫ് ഡേ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ചിലപ്പോൾ തോക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ബുംറ എപ്പോഴും മോശമായിട്ട് കളിച്ചോ അന്ന് ബോളിംഗ് യൂണിറ്റ് എല്ലാം തകർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ബുംറയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമുക്ക് ഹർദിക് പാണ്ഡ്യയും അർഷദീപും എല്ലാം ഇനീഷ്യലി ഒരു ബ്രേക്ക് ത്രൂ തന്ന് സ്പിന്നേഴ്സും ആ ഡ്യൂ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ ചാൻസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ഓവറുകളിൽ ഒരു പ്രശ്നം പരിഹരിക്കാറുണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ 8ലെയും സെമിയിലൊക്കെ 4 മത്സരങ്ങളിലും നമ്മൾ മിഡിൽ ഓവറുകളിൽ നന്നായി റൺസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫൈനൽ പോലൊരു മത്സരം തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് തോന്നുന്നത്? എന്താണ് പ്രത്യേകിച്ചും സ്പിന്നേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സ്പിന്നേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സാണ്. പക്ഷേ അവർ സമയത്തിന് അതനുസരിച്ച് മുന്നോട്ട് വരിക എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കേണ്ടുള്ളൂ. അവർക്കറിയാം അവരുടെ ഒരു വരുൺ ചക്രവർത്തി ആയാൽ പോലും അദ്ദേഹമാണ് വേൾഡ് നമ്പർ 1. അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കുക. അദ്ദേഹം ആ ഒരു കറക്റ്റ് ഒരു പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് മിക്കവാറും ഈ ഒരു 2-3 ദിവസത്തിൽ ഗംഭീറും എല്ലാവരും അതൊരു മെയിൻ ഡിസ്കഷൻ ഫാക്ടർ തന്നെയായിരിക്കും ഈ വരുൺ ചക്രവർത്തിയുടെ ഒരു ഫോം. അപ്പോൾ അത് മാക്സിമം അവർ ശരിയാക്കി സൺഡേ മര്യാദ കളിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കും. 3ാമത്തെ കപ്പ് കിട്ടുന്നത് തന്നെയാണ് ഉറപ്പായിട്ടും വിശ്വാസം. അല്ലെ, നമ്മൾ മത്സരം നടക്കുന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയമാണ്. വൻ കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമാണ്. എന്തായാലും നീലക്കടലിനായിരിക്കും. അതുപോലെ ഒരു നീലക്കടൽ നമ്മൾ കണ്ടത് ലോകകപ്പിന്റെ ഫൈനലിലായിരുന്നു. പക്ഷേ അത്രയും നന്നായി കളിച്ച ടൂർണമെന്റ് നമ്മൾ ഓസീസിന് മുന്നിൽ പിന്നെ പരാജയപ്പെട്ടു. സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ക്രൗഡ് വരുന്നത് ഹോം അഡ്വാൻറ്റേജ് നൽകുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും ക്രൗഡൊക്കെ വന്നിട്ടുണ്ടാകുന്നത് കൂടുതൽ പ്രഷർ നൽകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസിലാൻഡിനാണെങ്കിൽ അത്ര വലിയൊരു കൺസേൺ ആയിരിക്കില്ല എന്ന് തോന്നുന്നത് എന്താ? അതെ, ക്രൗഡ് കൂടാതെ ഇന്ത്യൻ ക്രൗഡ് എന്ന് പറഞ്ഞാൽ അവർ കളി കാണാൻ മാത്രം കൊണ്ടൊന്നുമില്ല വരുന്നത്. ഇന്ത്യ എങ്ങനെ ബാക്കിയുള്ള ടീമിനെ തോൽപ്പിക്കുക, എത്ര രീതിയിൽ തോൽപ്പിക്കുക, എങ്ങനെ ഏത് ഡയമെൻഷനിൽ തോൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ അതൊരു വാറായിട്ടാണ് അവർ കാണുന്നത് എപ്പോഴും. അപ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ എപ്പോഴും വരും. അത് ഫസ്റ്റ് ബാറ്റിംഗ് ആയാലും സെക്കൻഡ് ബാറ്റിംഗ് ആയാലും ഒരു പ്രഷർ സിറ്റുവേഷനും കറക്റ്റാണ്. ഇപ്പോൾ ഏതൊരു ഒരു കൺട്രിയിലെ ക്യാപ്റ്റനും പറയും ഇന്ത്യൻ ക്രൗഡിനെ സൈലന്റ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയും. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കമിൻസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഒരു ഗെയിം അറ്റ് എ ടൈം എടുക്കുക, അങ്ങനെ നോക്കുക. അല്ല, നമ്മൾ ഈ ന്യൂസിലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് ക്രിക്കറ്റ് തന്നെയാണ് ഫസ്റ്റ് വശം. പക്ഷേ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റഗ്ബി കൺട്രിയാണത്. അവരുടെ ഓൾ ബ്ലാക്സ് എന്ന് പറയുന്നത് റഗ്ബിയിലെ ഏറ്റവും ടോപ്പ് ടീമാണ്. അവരുടെ സെക്കൻഡ് ഗെയിമാണ് ക്രിക്കറ്റ്. പ്രത്യേകിച്ചും സമ്മർ സ്പോർട്ടാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ടീമിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ ഫൈനൽ തന്നെ അവർക്കൊരു ബോണസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇത്രയും ഒരു സെമിയൊക്കെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ട ഒരു ടീമായിരുന്നു ന്യൂസിലാൻഡ് എന്നാണ്. അവർ ഫൈനലിലെത്തി. ഇനി കിട്ടുന്നത് ഇതിനേക്കാൾ മികച്ചൊരു ബോണസ് എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പൊതുവേ ഈ ന്യൂസിലാൻഡ് ICC ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്കെതിരെ അത്യാവശ്യം നന്നായി കളിക്കുന്നുള്ളൊരു പേര് ന്യൂസിലാൻഡിനുണ്ട്. നമ്മളൊരു 1 ഡേ വേൾഡ് കപ്പിൻ്റെയൊക്കെ ചരിത്രം നോക്കുമ്പോൾ ന്യൂസിലാൻഡാണ് ഇന്ത്യക്കെതിരെ നന്നായി കളിക്കുക. 2010 ലോകകപ്പിൽ അങ്ങനെ തന്നെ. ഇപ്പോൾ 2007 ഇന്ത്യ ആദ്യത്തെ ലോകകപ്പ് നടക്കില്ല, അന്ന് പോലും ന്യൂസിലാൻഡിനോട് തോറ്റിട്ടുണ്ട്. ഒരു മത്സരം എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ന്യൂസിലാൻഡിനോട് അന്നും തോറ്റിട്ടുണ്ട്. അങ്ങനെ ന്യൂസിലാൻഡ് ഏതെങ്കിലും തരത്തിൽ ഒരു സൈക്കോളജിക്കൽ വെല്ലുവിളിയാകും തോന്നുന്നുണ്ടോ?
ഒരു മാച്ചായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അത് തന്നെയാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയൊക്കെ ചെയ്യുന്നത്. അവരിതൊരു വാറായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ആയിട്ടും കാണുന്നില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അവർക്ക് നല്ലോണം കളിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും ഒരു പ്രഷർ സിറ്റുവേഷനിൽ ചിലപ്പോൾ കളിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അവർക്കറിയാം അവർ ഇന്ന് കളിച്ചില്ലെങ്കിൽ നാളെ അവരെ ന്യൂസ് പേപ്പർ ആയാലും അവർ മീഡിയ ആയാലും അവർ തകർക്കും. അതായത് അവർക്ക് ചാൻസ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ ന്യൂസിലൻഡിലായാലും ഓസ്ട്രേലിയക്കാർക്കൊന്നും ഇല്ല. നമുക്കറിയാം ഓസ്ട്രേലിയ വേൾഡ് കപ്പ് കിട്ടിയിട്ട് മിച്ചൽ മാർഷ് ആ കപ്പിൻ്റെ മുകളിൽ കാല് വെച്ചിട്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് അവരൊരു ഗെയിമായിട്ടാണ് കാണുന്നത്. തോറ്റാൽ തോറ്റു, ജയിച്ചാൽ ജയിച്ചു. പക്ഷേ ആ ഒരു കളിക്കുമ്പോൾ മാക്സിമം കൊടുക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് എപ്പോഴും ന്യൂസിലൻഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കും സുഖമായിട്ട് ആ ഒരു നാളത്തെ ഒരു സൺഡേത്തെ മാച്ച് ആ ഒരു മാച്ച് മാത്രമായിട്ട് കാണുക. ഇന്ത്യക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഫിന്നലിനെ ആയാലും ആരെയായാലും നമുക്ക് അതിന് മാച്ച് ചെയ്യാൻ പറ്റിയ ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിന്നെ ഇതുവരേക്കുള്ള നമ്മൾ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചൊക്കെ അത് ഗംഭീര ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ കപിൽ ദേവ് ഒരു ഭയങ്കരമായ ക്യാപ്റ്റനാണ്. പിന്നീട് ധോണിയാണ് ഉള്ളത്. രോഹിത് ശർമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്യാപ്റ്റന്മാരുടെ രീതിയിലാണ് ഇതുവരെ ടൂർണമെൻറ്റുകളൊക്കെ ജയിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഗണത്തിലേക്ക് വെക്കാൻ പറ്റിയ ആൾ തന്നെയാണോ സൂര്യകുമാർ യാദവ്? എങ്ങനെയാണ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ക്യാപ്റ്റൻസി എങ്ങനെയാണ് നോക്കിയാണ്? സൂര്യകുമാരുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് രോഹിത് ശർമ്മേനെ അത്ര മേ ബി ഒരു മാച്ച് അനാലിസിസ് ഒന്നും പുള്ളിക്കാരൻ ഉണ്ടാവില്ല. നമുക്കറിയാം ഒരു ടോസ് പുള്ളിക്കാരൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്നെ കൺഫ്യൂസ്. അത് രോഹിത് ശർമ്മയെ നേരത്തെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ലെങ്കിലും പക്ഷേ പുള്ളിക്കാരൻ ഒരു ടീം മാനാണ്. ഒരു ടീമിൻ്റെ ഒരു പ്ലേയേഴ്സിനെ എങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് വെക്കാം, എങ്ങനെ കൂളാക്കി വെക്കാം. നമുക്ക് കളി നടക്കുമ്പോൾ തന്നെ കാണാം. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ പുള്ളിക്കാരൻ ചൂടാവില്ല ഒരിക്കലും. കാരണം പുള്ളിക്കാരൻ അറിയാം അതൊരു പ്രഷർ സിറ്റുവേഷനിൽ നടക്കിയ സംഭവമാണെന്ന്. പിന്നെ പുള്ളിക്കാരന് ബാറ്റിങ്ങിലൊന്നും അധികം രീതിയിൽ പുള്ളിക്കാരൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടൊന്നും ആവശ്യമില്ല. കാരണം ഇന്ത്യക്ക് ഒരു ഡീപ്പ് ബാറ്റിംഗ് ലൈൻ ഉണ്ട്. എല്ലാവരും ഓരോ സമയത്തായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ബോളേഴ്സിൻ്റെ ആ ഒരു മിഡിൽ ഓർഡർ സ്പിന്നേഴ്സിൻ്റെ ഒരു ഇഷ്യൂ മാത്രമായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ക്യാപ്റ്റൻസിയിൽ മനസ്സിലാക്കുന്ന ഒരു ഡിഫോൾട്ട് ഒരു ഡിഫക്റ്റായിട്ട്. അപ്പോൾ അത് ബേസിക്കലി അതൊരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു നല്ലൊരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ രോഹിതിനായാലും സൂര്യകുമാറിനായാലൊക്കെ ബുംറ ഉള്ളത് ഭയങ്കര ആശ്വാസമാണ്. അപ്പം മുമ്പ് ഗാംഗുലിക്കൊന്നും ഇല്ലാത്തത് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ബോളറായിരുന്നു. ഇതുപോലെ ഒരു ബോളർ ഉണ്ടായിരുന്നു എത്രയോ ഗാംഗുലിക്കും ഇല്ലായിരുന്നു, ധോണിക്കും ഇല്ലായിരുന്നു. കാരണം ഒരു ഗോ ടു ബോളർ ഇല്ല. ഇന്നലെ പറഞ്ഞിരുന്നത് പുള്ളിക്കാരൻ ഒരു ജീനിയാന്നാണ്. കാരണം ഏതൊരു സമയത്തും ആവശ്യമുള്ളപ്പോൾ ക്യാപ്റ്റൻ ഇറക്കാം. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കറിയാം എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ എന്നാൽ പോലും ബാറ്റ്സ്മാൻ അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല ബുംറയുടെ ബോൾ. കാരണം നമ്മൾ ഇന്നലത്തെ മാച്ച് സിറ്റുവേഷൻ തന്നെ നോക്കിയാൽ തന്നെ 10 ഓവറിന് ശേഷം ഇന്ത്യക്ക് 3 ബുംറ ഓവറുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ആ 18 ബോൾ എങ്ങനെ അവർ കളിക്കുന്നു ആ രീതിയിലായിരുന്നു അവർ ജയിക്കുക തോക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നന്നായി 18 ബോൾ ചെയ്തു, അങ്ങനെ നമ്മൾ ജയിച്ചു. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് എനിക്ക് തോന്നുന്നത്. ബുംറ ഒരു ഓഫ് ഡേ ആണ് സൺഡേ എങ്കിൽ നമുക്ക് ചാൻസസ് ഇത്തിരി പതുങ്ങലാണെന്ന് വേണമെങ്കിൽ കരുതാം. പിന്നെ അതെല്ലാം നമ്മളൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ഇന്ത്യ സത്യത്തിൽ നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഫേവറേറ്റ് ആയ ടീം ഇന്ത്യ തന്നെ ആയിരുന്നു. ടൂർണമെൻറ്റ് തുടങ്ങിയ ശേഷം ഇന്ത്യ ഒന്ന് പരിങ്ങിയപ്പോൾ മാത്രം നമുക്ക് മറ്റ് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഏറ്റവും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്ത T20യിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തൊരു കാലഘട്ടമാണത്. 2024 20 ലോകകപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ വിജയിച്ചത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചത്, ഏറ്റവും കൂടുതൽ റൺ റേറ്റ് ഉള്ളത് ബാറ്റിങ്ങിലും ബോളിംഗ് ഓൾറൗണ്ടർ റാങ്കിലൊക്കെ നമ്മളെ പ്ലേയേഴ്സാണ് ഒന്നാം സ്ഥാനത്ത്. അങ്ങനെ ഇന്ത്യ എല്ലാം കൊണ്ടും എന്താ പറയുക, ഒരു ഭയങ്കര T20 ഫോർമാറ്റിനെ ഡോമിനേറ്റ് ചെയ്ത ഒരു വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതിനൊരു തിലകക്കുറിയായിട്ട് ഒരു ലോകകപ്പ് കൂടി ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.